വിത്ത് ദീസ് ട്രിക്സ്. ഈ ടിപ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഇതൊക്കെ ഓരോ സ്ട്രാറ്റജിയാണ് നമ്മുടെ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാവാനുള്ള സ്ട്രാറ്റജി. നമ്മളൊന്നും ഇതിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി. NIOS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാമിങ് അടുക്കാറായി. നമുക്ക് ഡേറ്റ്സ് വന്നു. നമ്മളെ ഫസ്റ്റ് എക്സാമിനേഷൻ ഇംഗ്ലീഷ്, ഓക്കെ, അതല്ലാതെ നമുക്ക് സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലൊക്കെ വന്നു. സോ എല്ലാ എക്സാംസും അപ്രോച്ചിങ് ആണ്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ എല്ലാ കുട്ടികളും ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. നമുക്കറിയാം ഇത്രയും വലിയ ചൂടിൽ നമ്മളെല്ലാവരും വളരെ ഹാർഡ് വർക്കിങ്ങിൽ നമ്മൾ ഈ ഒരു NIOS കോഴ്സിന് വേണ്ടി നമ്മുടെ ഈ ഒരു +2 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ ബാസ് ക്രാഷ് കോഴ്സിലും റിവിഷനിലൊക്കെ കണ്ടന്റുകളൊക്കെ നൽകുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഈ എക്സാമിനേഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏപ്രിൽ 2024 ഫുൾ മാർക്കോട് കൂടി നമുക്ക് വിജയിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. NIOS ഏപ്രിൽ 2024 നമുക്കറിയാം ബൈഫർക്കേറ്റഡ് സിലബസ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഏപ്രിൽ 2024 ആദ്യം തന്നെ ഈ ബൈഫർക്കേറ്റഡ് സിലബസ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നോക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്, ഇതും ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോന് മുമ്പിൽ ഞാൻ ഇത് കാര്യം പറയും. സോ ഈ രണ്ട് പുതിയ മാറ്റങ്ങൾ, ഈ ന്യൂ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോണ കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ച് കൂടുതലാണ്. ഇതുവരെയുള്ള പോലെയല്ല. നമ്മളിവിടെയൊക്കെ ന്യൂ ആണ്, എല്ലാം നമ്മൾ പുതുതായിട്ടാണ് ചെയ്യുന്നത്, ഒന്നും പഴയതില്ല. എവറിത്തിങ് ഈസ് ന്യൂ ആൻഡ് വി ആർ ഓൾസോ വെരി 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 ന്യൂ ടു ദ ന്യൂ ബൈഫർക്കേറ്റഡ് സിലബസ് ആൻഡ് ദ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അപ്പൊ നമ്മൾ ന്യൂ ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിൽ ഫുൾ മാർക്കോട് കൂടി വിജയിക്കുന്ന ആദ്യത്തെ കുട്ടികളും നമ്മൾ തന്നെ ആയിരിക്കും. അതിനുശേഷമാണ് ഇനി ഒക്ടോബർ 2024 അത് കഴിഞ്ഞ് ഏപ്രിൽ 25 കുട്ടികളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വേണം അവർക്ക് പഠിക്കാൻ. പക്ഷെ നമ്മളാണ് ഈ ഒരു പുതിയൊരു മാറ്റത്തിലെ ഫസ്റ്റ് വിദ്യാർത്ഥികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ലിബറൽ ആയിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇതുവരെ NIOSലെ പ്രിപ്പറേഷൻസ് എങ്ങനെ ചെയ്തോ അതേപോലെ അല്ല നമ്മൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാനിത് 2-3 മാസമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ഞാനും ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ഈ ഒരു NIOSന്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷ ഫീ ഒക്കെ അടച്ച കുട്ടികളാണെങ്കിൽ ഏപ്രിൽ 2024, അതായത് ഈ മാസം നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് പ്രിപ്പറേഷൻ ലെവലാണെങ്കിലും അതല്ല മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കരിയർ പാത്ത് വേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഗൈഡൻസ്, ഇതെല്ലാം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിരിക്കണം. ഷുഡ് ബി ഇൻ കറക്റ്റ് ആൻഡ് റൈറ്റ് ട്രാക്ക്. കറക്റ്റ് ട്രാക്കിൽ തന്നെ എല്ലാം പോകണം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് നമുക്കറിയാം, ഒരു 16 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 20, 30, 40 അങ്ങനെ വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളാണ് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ളത്, പഠിക്കുന്നത്, പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് പല ഏജിലുള്ള ആളുകൾ കൂടിയിട്ടാണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത്. ഞാൻ ഏജിന് ഒരു ലിമിറ്റേഷൻ അല്ല പറയുന്നത്. ആ ഒരു ഏജ് ഡിഫറൻസും അതുപോലെ തന്നെ വ്യത്യസ്ത പ്രൊഫഷനുകളിൽ തിരക്കുള്ള ആളുകൾ, ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകൾ, അതേപോലെ ഫ്രീ ആയിട്ടുള്ള, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതുക. നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോം അല്ല, എല്ലാവരും ഡിഫറെന്റ് സ്റ്റേജിലുള്ള കുട്ടികളാണ്. സോ എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് പാസ്സാവാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ പുതിയൊരു മാറ്റത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ NIOS ഏപ്രിൽ 2024 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീ അടച്ച കുട്ടികളാണെങ്കിൽ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സ്റ്റേജ് 1 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 ഓർ SSLC, +2 സീനിയർ സെക്കൻഡറി 10ാം ക്ലാസ്സോ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, TMA നമ്മൾ സബ്മിറ്റ് ചെയ്തു. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സിനും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിനൊക്കെ നമ്മൾ TMA സബ്മിറ്റ് ചെയ്തു. മിക്ക കുട്ടികൾക്ക്, ഒരു 90% കുട്ടികൾക്ക് TMAയുടെ മാർക്ക് അലോട്ടായി. നിങ്ങളുടെയൊക്കെ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇത് ഇപ്പോഴും വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് ആണ്, ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. ഒരുപാട് പേര് ഇത് വെച്ചിട്ടുണ്ടാവില്ല, അസൈൻമെന്റ് വെച്ചിട്ടേ ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ 3 കാറ്റഗറിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ TMA എന്നുള്ള ഒരു വർക്കാണ് നമ്മൾ ഈ ഏപ്രിൽ 2024 ആദ്യം ചെയ്തത്. അത് നമുക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തതിന്റെ മാർക്ക് നമുക്ക് കിട്ടി. ഇനി അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും മാർക്ക് കിട്ടാത്ത കുട്ടികൾ, അതേപോലെ തന്നെ അത്
സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികൾ. സോ മാർക്ക് കിട്ടിയ കുട്ടികളാണ് യു ആർ സേഫ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ടീമിനെ കുറിച്ച് വറി ചെയ്യേണ്ട. ഈ ഒരു മാർക്ക് നിങ്ങളുടെ റിസൾട്ട് വരും. ഡോണ്ട് വറി. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്നുള്ള കുട്ടികളാണ് മക്കളെ. നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് മുമ്പായിട്ട് ആ മാർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു പക്ഷേ ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ റീജിയൻ സെന്ററിലോട്ട് അത് മെയിൽ ചെയ്യുക, കംപ്ലൈന്റ് മെയിൽ ചെയ്തിട്ട് നമ്മളിത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് ഈ ഒരു മാർക്ക് അപ്ലോഡിങ് നടക്കേണ്ടത്. നടക്കാത്തത് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കും ആ ഡിലേ വന്നിട്ടുള്ളത്. സോ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എക്സാം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ മാർക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലൈന്റ് ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ മാർക്ക് പോകുന്നില്ല, ടെൻഷൻ അടിക്കേണ്ട. ഈ മാർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ, നിങ്ങൾ അസൈൻമെന്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഒന്നും സബ്മിറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് അതിന്റെ മാർക്ക് നഷ്ടപ്പെട്ടു. ഒരു 20 മാർക്ക് അല്ലെങ്കിൽ 16, എത്ര മാർക്കിനാണോ നമുക്ക് TM വരുന്നത് ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് എഴുതി വെച്ചിട്ടുള്ള രീതി നമ്മൾ തോൽക്കാനൊന്നും പോകുന്നില്ല. ഇതിന്റെ മാർക്കും കൂടെ നമ്മൾ തിയറിയിൽ എടുത്താൽ മതി. ഓക്കെ, തിയറിക്ക് നല്ല മാർക്കോട് കൂടി പാസ് ആവുകയാണെങ്കിൽ നമുക്ക് TMA ഒരു ഇഷ്യൂ വരുന്നില്ല. ഓക്കെ, ഇനി ഈ ഒരു TMAയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, തിയറി ജസ്റ്റ് പാസ് ആവുന്ന കുട്ടികൾ, തിയറിക്ക് 80-ൽ 26 കിട്ടുന്ന കുട്ടികൾക്ക് മിനിമം ഈ ഒരു 20 മാർക്കിൽ ഒരു 10 മാർക്കിൽ 7 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 133 അഗ്രിഗേറ്റ് മാർക്കോട് കൂടിയിട്ട് പാസ് ആവാൻ സാധിക്കും. സോ TMA വെച്ച കുട്ടികൾ, മാർക്ക് കിട്ടിയ കുട്ടികളാണ് സേഫ് ആണ്. നിങ്ങൾക്ക് ആ മാർക്കിന്റെ കൂടെ ഇനി ഒരു മിനിമം 26 മാർക്ക് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് 133 മാർക്കിൽ പാസ് ആവാൻ സാധിച്ചാൽ മതി. ഇനി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് കിട്ടില്ല, പകരം നമ്മൾ തിയറിയിൽ കണ്ടാൽ മതി. ഓക്കെ, ഇനി വാല്യുവേഷൻ പ്രോഗ്രസ് ആണ് ഈ മക്കളെ. റിസൾട്ടിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ഡേഷൻ എടുത്തിരിക്കണം. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നമ്മളത് കംപ്ലൈന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ TMAയുടെ കാര്യം വളരെ സക്സസ്ഫുള്ളി നമ്മളൊക്കെ ചെയ്തു. എല്ലാവരും ഓക്കെയാണ്, എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഓരോ സ്റ്റേജ് നിങ്ങളോട് പറയുമ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മക്കളെ ടെൻഷൻ അടിക്കേണ്ട. ഇത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നെ കൊണ്ട് എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് ഐ വിൽ ട്രൈ ടു റിസോൾവ് ഇറ്റ്. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ഡൗട്ട്സ്, ഞാൻ ഈ പറയുന്ന ഏത് ഭാഗത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. ഡോണ്ട് വറി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് PCP ആണ്. നിങ്ങൾക്കറിയാം പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞ PCP ക്ലാസ്സുകൾ, 5 PCP ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ 5 PCP ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അതിന് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞ് PCP ക്ലാസ്സിന് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ മാർക്ക് ഉണ്ടാവും. സോ ആ മാർക്ക് നമുക്കിവിടെ കിട്ടും. ഇത് നമുക്കിപ്പോൾ അലോട്ട് ആയിട്ടില്ല. നിങ്ങളുടെ എക്സാമിനൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് വരും. ഈ ഒരു മാർക്കും കൂടെ ഇപ്പോൾ ഈ മന്തിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലൊക്കെ നമുക്ക് ആ മാർക്ക് വരും. സോ ആ മാർക്ക് ഇപ്പോൾ അവാർഡ് കാണാൻ സാധിക്കും, അത് വരും. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ മാർക്ക് നമുക്ക് വരും. ആ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇതിലിപ്പോഴും ഈ മാർക്ക് നമുക്ക് പബ്ലിഷ് ആവാതെ നിൽക്കുന്ന കേസ് ഉണ്ടാവും. അതേപോലെ ഇത് അറ്റൻഡ് ചെയ്യാത്ത PCP അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഈ മാർക്ക് കിട്ടില്ല, ഈ മാർക്ക് നമുക്ക് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 2 കാറ്റഗറിയിൽ ഇപ്പോൾ ഉണ്ടാവും. നമുക്ക് മാർക്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളൊക്കെ നമ്മളെല്ലാവരും PCP അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവിടെ നമുക്ക് വാല്യുവേഷൻ നടക്കായിരിക്കും. സോ അത് വരും. അത് ഈ ഒരു മാസം ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലൊക്കെ ആയിട്ട് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്ക് വരും. സോ ഡോണ്ട് വറി. ഓക്കെ, ഇനി സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഞങ്ങൾ തോറ്റു പോകുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. +2 വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം തിയറിയും പ്രാക്ടിക്കലും രണ്ടിനും മിനിമം മാർക്ക് വേണം. അപ്പോൾ നമ്മൾ തിയറിയിൽ നല്ല മാർക്ക് എടുത്താൽ തിയറി മാത്രമേ ജയിക്കുള്ളൂ, പ്രാക്ടിക്കൽ നമ്മൾ ജയിക്കില്ല. പ്രാക്ടിക്കലിന് നല്ല മാർക്ക് എടുത്താൽ പ്രാക്ടിക്കൽ ജയിക്കുള്ളൂ, തിയറി ജയിക്കത്തില്ല. സോ രണ്ടിനും നമുക്ക് റിസൾട്ട് വരുമ്പോൾ SYCT SYCP എന്നാണ് വരിക. ഈ SYC എന്ന സ്റ്റുഡന്റ് യെറ്റ് കോമ്പിറ്റന്റ്, എവിടെ T എന്ന തിയറി. സോ നമ്മൾ പ്രാക്ടിക്കലാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ തിയറി നമ്മൾ തോറ്റതായിട്ട് ഇങ്ങനെയാണ് റിസൾട്ട്. SYCT തിയറി തോറ്റു എന്നുള്ളതായിരിക്കും. ഇനി പ്രാക്ടിക്കലാണ് നമ്മൾ തോറ്റതെങ്കിൽ നമുക്ക് SYCP എന്നായിരിക്കും നമുക്ക് റിസൾട്ട്. തിയറി മാത്രം ജയിച്ചു എന്നുള്ളത് അങ്ങനെയായിരിക്കും വരിക. +2 തിയറിക്കും പ്രാക്ടിക്കലും വെവ്വേറെ മാർക്കുകളാണ്. സോ തിയറി പാസ്സാവണം, മിനിമം മാർക്ക് എടുത്ത്, അതേപോലെ പ്രാക്ടിക്കലും മിനിമം മാർക്ക് എടുത്ത് പാസ്സാവണം. തിയറിന്റെ കൂടെയാണ് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ആഡ് ആവുക. സോ ആ മാർക്ക് 100-ൽ 33 അഗ്രിഗേറ്റ് മാർക്ക് കിട്ടിയാൽ മതി. അതേപോലെ പ്രാക്ടിക്കലിന്റെ മാർക്ക് നമുക്ക് മിനിമം മാർക്ക് പാസ്സായാൽ മതി. ഓക്കെ, സോ +2ന്റെ കേസിൽ ഇനി ഇത് 10ാം ക്ലാസ് ആണ് കുട്ടി, ഇത് +2 10ാം ക്ലാസ് ആണ് വിദ്യാർത്ഥി എങ്കിൽ നമുക്കറിയാം തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ചാണ്. ഓക്കെ, രണ്ടും കൂടെ ചേർത്തിട്ടുള്ള പാസ് മാർക്കാണ്. ഇപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ വെച്ചിട്ടില്ല, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, തിയറിക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഓക്കെ, അതല്ല പ്രാക്ടിക്കലിന് നല്ല മാർക്ക്, ഇപ്പോൾ നമ്മുടെ നല്ല മാർക്കുള്ള സബ്ജക്ട്, ഡാറ്റ എൻട്രി ഒക്കെ പോലെ സബ്ജക്ട് പ്രാക്ടിക്കലിന് കൂടുതൽ മാർക്കുള്ള പേപ്പറിനൊക്കെ നമുക്ക് തിയറിക്ക് മാർക്ക് കുറഞ്ഞാലും പാസ്സാവും. കാരണം അവിടെ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് അതിന്റെ കൂടെ അസൈൻമെന്റും കൂടെ ചേർത്തിട്ടുള്ള മാർക്കാണ് 10ാം ക്ലാസ്സിൽ. ഇതിന്റെ ഒരു ഗുഡ് പോയിന്റ് അതാണ്. പക്ഷെ ഇതിന്റെ ബാഡ് പോയിന്റ് എന്താ? ഏതെങ്കിലും ഒന്ന് തോറ്റ രണ്ടും തോറ്റു എന്നുള്ള. കാരണം എന്താ? ഇതിന്റെ മിനിമം മാർക്ക് നമുക്ക് ഈ തിയറിയും പ്രാക്ടിക്കലും അസൈൻമെന്റ് കൂടിയിട്ടുള്ള ഒരു മിനിമം മാർക്ക് നമുക്ക് കിട്ടണം. ഓക്കെ, പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ആ മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് മൊത്തത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോകും. സോ ഇതിനൊക്കെ പോസിറ്റീവ് സൈഡ് ഉണ്ട്, നെഗറ്റീവ് സൈഡ് ഉണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങളിൽ ഡൗട്ട് വരും, ഡോണ്ട് വരി. ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡൗട്ട്സുകളൊക്കെ ചോദിക്കുക. നിങ്ങളുടെ ഇഷ്യൂ വെച്ചിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. ഡൗട്ട് എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തിയറി എക്സാമിനേഷന് സെപ്പറേറ്റ് മാർക്കുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷന് സെപ്പറേറ്റ് മാർക്കുണ്ട്. സോ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ പാസ്സാവുക. ഏതെങ്കിലും ഒന്നിൽ ജയിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ പാസ്സാവത്തില്ല.
അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിസൾട്ടാണ് വരിക. ഇനി രണ്ടിലും മിനിമം മാർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാസ് എന്ന് വരും. പി എന്ന് കണ്ടാൽ നമ്മൾ പാസ്സായി. രണ്ടിലും പാസ് എന്നുള്ള റിസൾട്ട് നമുക്ക് വരും. ഓക്കെ, SSLC ആണെന്നുണ്ടെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം മാർക്ക് എടുക്കണം, എന്നാലേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അതായത് തിയറിയും പ്രാക്ടിക്കലും വേറെ വേറെ എടുക്കേണ്ട, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിനിമം മാർക്ക് എത്ര എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു +2ന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് തോറ്റാൽ പിന്നെ രണ്ടും പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ തിയറിയിൽ പ്രാക്ടിക്കലാണ് നിങ്ങൾ തോറ്റത്, തിയറി ജയിച്ചു, പിന്നെ തിയറി എഴുതേണ്ട ആവശ്യമില്ല, പ്രാക്ടിക്കൽ മാത്രം പോയി എഴുതിയാൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. തിയറി തോറ്റു, പ്രാക്ടിക്കൽ ജയിച്ചു, പിന്നെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തിയറി മാത്രം എഴുതിയാൽ മതി. എന്നാൽ 10ാം ക്ലാസ് അങ്ങനെയല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരു സബ്ജക്ട് തോറ്റ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ നമ്മൾ വീണ്ടും അസൈൻമെന്റ് ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. ഓക്കെ, ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. സോ PCPയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഇപ്പോൾ ഏകദേശം കുട്ടികൾക്ക് കഴിഞ്ഞു അല്ലേ? പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ഇപ്പോൾ തിയറി എക്സാമിനേഷൻ 6ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. സോ നിങ്ങളുടെയൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടാവും, നിങ്ങളുടെ മാർക്ക് അവാർഡ് ആവും. ഡോണ്ട് വറി, അത് നമുക്കറിയാം സമ്മേറ്റീവ് അസസ്മെന്റ്, നമ്മുടെ 6ാമത്തെ PCP നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് നമുക്ക് വരും. പിന്നെ നമുക്ക് ഇത് മാർക്ക് അവാർഡ് ആവാതെ നിൽക്കുന്ന കേസ് എല്ലാവർക്കും വാല്യുവേഷൻ പ്രോഗ്രസ്സിലാണ്. സോ ഇത് ഈ 2 സ്റ്റാറ്റസിലാണ് നമ്മൾ നിൽക്കുക. ഡോണ്ട് വറി, ഇതിന്റെ മാർക്കും ഞാൻ പറഞ്ഞ പോലെ ഫോർമാറ്റീവിനോ സമ്മേറ്റീവിനോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അത് അവിടെ ഫെയിൽ ആവും. +2ലാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലിൽ ഫെയിൽ ആവും. അപ്പോൾ SYCP എന്നാണ് റിസൾട്ട് വരിക. ഇവിടെ +2ത്തെ കുട്ടി പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ SYCP എന്നാണ് നമുക്ക് റിസൾട്ട് വരിക. ഇനി നമ്മുടെ കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ പ്രാക്ടിക്കലാണ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 2 വെച്ചിട്ട് നമുക്ക് പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സായി പോകും. അതില്ലെങ്കിൽ നമ്മൾ രണ്ടും തോറ്റു പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങൾ TMA, PCP, ദെൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് 1ൽ ചെയ്യാനുള്ളത്. ഇതെല്ലാവരും കംപ്ലീറ്റഡ് ആണെങ്കിൽ സേഫ് ആണ്. ഇനി ഒന്നും നോക്കാല്ല. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോ കൺസേൺസ് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അതൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, എന്ത് സംശയം, നിങ്ങളുടെ ഡൗട്ട്സ് എന്താണോ ചോദിക്കുക, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഈ സ്റ്റേജ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന, ഇനി നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ, തിയറി എക്സാമിനേഷൻ, നമ്മുടെ എഴുത്ത് പരീക്ഷ, തിയറി പരീക്ഷയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സിലബസ് ബൈഫർക്കേറ്റഡ് ആയത് ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സും TMA ടോപ്പിക്സ് എന്ന് പറഞ്ഞ 2 സെക്ഷൻ ഉണ്ട്. സോ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് പബ്ലിക് എക്സാമിനേഷന്റെ ടോപ്പിക് ആണ്. ആ പബ്ലിക് എക്സാമിനേഷന്റെ ടോപ്പിക് ആണ് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ആ ടോപ്പിക്സ് നമുക്ക് മൊത്തം സിലബസിന്റെ 100% ഉള്ള സിലബസ് 60% ആക്കി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ 60% മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി 40% ബേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ബാസിലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ കൊണ്ട് ഫോക്കസ് ചെയ്തേക്കാണ്. സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം, ഷോർട്ട് കണ്ടന്റ് ആണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ടാവുള്ളൂ, അത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ ഫുള്ളായിട്ടിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കറിയാം ഇതൊക്കെ മാറിയിട്ടുണ്ടോ. സാറ് പറഞ്ഞ പോലെ ബൈഫർക്കേറ്റഡ് ആണോ, സാറ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ NIOS ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, വേറെ ആരും തന്നതല്ല, NIOS ഡിപ്പാർട്ട്മെന്റ് തന്നതാണ്. അതിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബാസിന്റെ ടെലഗ്രാം ചാനലിലും ഇത് അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ SSLC +2 ഇംഗ്ലീഷിന്റെ അതേപോലെ സോഷ്യൽ സയൻസിന്റെ ഒക്കെ മെറ്റീരിയൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം നടക്കുന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ ലൈവിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ 10ാം ക്ലാസ് +2 സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാരണം അത് യൂസ്ഫുൾ ആണ്. ആ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും, NIOS പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മെറ്റീരിയൽസ് ഞാൻ ഈ ഇംഗ്ലീഷിന്റെ ഒക്കെ കഴിഞ്ഞ ലൈവിന്റെ ഒക്കെ മെറ്റീരിയൽ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എടുക്കുക, എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് സോൾവ് ചെയ്തിരിക്കണം. ഇതിന് ആൻസേഴ്സ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കറിയാം 50% വെയിറ്റേജ് ഒബ്ജക്റ്റീവ് ആയിട്ടും 50% സബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ഈ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് പ്രിപ്പയർഡ് ആണോ എന്ന് ഞാൻ നോക്കി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ്, നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. എല്ലാ സബ്ജക്ട്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററിന്റെ ഒക്കെ, ഇംഗ്ലീഷിന്റെ ഒക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ, ഒബ്ജക്റ്റീവിന്റെ ചോദ്യങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. സോ അതിൽ ഒരു 80% കുട്ടികൾ മാത്രമേ അത് ശരിയാക്കുന്നുള്ളൂ. ബാക്കി ഒരു 20% തെറ്റായിട്ടാണ് ആൻസേഴ്സ് കൊടുക്കുന്നത്. അതായത് ഒരിക്കലും നമുക്ക് കറക്കി കുത്തിങ്ങാണ്ട് ഇതിന്റെ ഫുൾ മാർക്ക് ഒബ്ജക്റ്റീവിന് 50 മാർക്ക് നേടാൻ സാധിക്കില്ല. കാരണം എന്താ, ഇതിനൊക്കെ കറക്റ്റ് ഒരു ആൻസറാ. ABCD ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടാവുള്ളൂ. ആ ആൻസർ ഏതാന്നുള്ള കറക്റ്റ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. സബ്ജക്റ്റീവ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതാന്നുള്ളത്. ബട്ട് ഒബ്ജക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ,
ഇപ്പോൾ ഞാൻ ബാസ് ക്രാഷ് കോഴ്സിലും ബാസ് റിവിഷനിലും പഠിക്കുന്ന കുട്ടികളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തന്ന സബ്ജക്റ്റീവിന്റെ കണ്ടന്റ് അത് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ആദ്യം ഞാൻ ഫെബ്രുവരി 15 തൊട്ട് സബ്ജക്റ്റീവാണ് നിങ്ങൾക്ക് തന്നത്, സോ നന്നായിട്ട് പഠിക്കുക. ഇത് ഷോർട്ട് കണ്ടന്റാണ്, കൂടുതലായിട്ട് പഠിപ്പിക്കുന്നില്ല, ഞാൻ തരുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക. അതേപോലെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ നിങ്ങൾക്ക് മാർച്ച് 1 മുതൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് തന്നു. സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ക്വസ്റ്റ്യൻസും മെർജ് ചെയ്തിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് വന്നിട്ടുള്ളത്. സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ കറക്കി കുത്താൻ നിൽക്കുന്നു വേണ്ട, ഒരു ചോദ്യം വായിക്കാൻ ഉത്തരം 4 ഓപ്ഷൻ ഉണ്ടാവും, ആ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ വരും. ഡോണ്ട് വറി, അതൊക്കെ അങ്ങനെ തന്നെ വരും. അതിപ്പോ നമുക്കറിയാം ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് MCQ ടൈപ്പ് ഉണ്ടാവും, നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, നമുക്ക് FIB ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, നമുക്ക് 1 വേർഡ് ടൈപ്പ് ഉണ്ടാവും. ഈ ഒരു 5 പാറ്റേൺ ക്വസ്റ്റ്യൻസ് 50% മാർക്ക്, നമുക്ക് 100 ആണെങ്കിൽ 50 മാർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് എന്നാണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ഒക്കെ ഞാൻ സോൾവ് ചെയ്ത്, ഇംഗ്ലീഷിന്റെ ഒക്കെ സോൾവ് ചെയ്ത് ലൈവ് ഇട്ടിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബാസിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുത്തതൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ്, FIB ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു MCQ കുട്ടി പഠിക്കുമ്പോൾ ആ MCQ തന്നെ നമുക്ക് എന്തുണ്ട്, TF ട്രൂ ഓർ ഫാൾസ് ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതുപോലെ FIB ആയിട്ടും നമുക്ക് 1 വേർഡ് ആയിട്ടും വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ ഈ 5 പാറ്റേണിൽ വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇത് 5 എണ്ണത്തിൽ ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതുന്നുള്ള ഉറപ്പിക്കുക. ഓക്കെ, ഓരോന്നിന്റെ MCQ മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ MCQ ഉള്ള ക്വസ്റ്റ്യൻ അവർ വേണമെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇടാം, അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഇടാം, അതല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ഇടാം, അതല്ലെങ്കിൽ 1 വേർഡ് സെന്റൻസ് ആക്കി തരാം, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നമുക്ക് ഒബ്ജക്റ്റീവിൽ ഈ 5 പാറ്റേണിൽ വന്നാലും നമ്മൾ എഴുതാൻ റെഡിയാണ്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക്. ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക മക്കളെ, വളരെ ഈസി ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സബ്ജക്റ്റീവ് എന്നുള്ള ഈ ഒരു ഭാഗം നമ്മുടെ കണ്ടന്റ് ആദ്യം പഠിക്കേണ്ടത് സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഒബ്ജക്റ്റീവ്, ചില കുട്ടികളൊക്കെ വന്നിട്ട് ആദ്യം ഒബ്ജക്റ്റീവ് എടുത്തിട്ട് മനസ്സിലാവണില്ല സബ്ജക്റ്റീവ്, പിന്നെ അവർക്ക് നോക്കിടാം. സോ ആദ്യം സബ്ജക്റ്റീവ് നോക്കുക, സബ്ജക്റ്റീവ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒബ്ജക്റ്റീവിലോട്ട് വരാം. ഒബ്ജക്റ്റീവ് നന്നായിട്ട് പഠിക്കുക. ഒബ്ജക്റ്റീവ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ കൊടുക്കുന്ന Q&A സെഷനിൽ മിക്ക സബ്ജക്ട്സുകളും ഞാനാണ് നിങ്ങൾക്ക് എടുത്തിരുന്നത്. സോ Q&A സെഷനിൽ ഈ ഒബ്ജക്റ്റീവും പഠിച്ച കുട്ടികൾ, ഇത് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ മാത്രം എന്റെ Q&A സെഷൻ അറ്റൻഡ് ചെയ്യുക. സോ ബാസ് ക്രാഷ് കോഴ്സിലും റിവിഷനിലും ഞാൻ ഇപ്പോൾ Q&A സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ Q&A സെഷന്റെ ക്ലാസ്സുകൾ എന്റെ ക്ലാസ്സുകൾ വരും. അവിടെ ഞാൻ Q&A സെഷനിൽ നിങ്ങൾക്ക് ഒരു 35 മുതൽ 40 വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്നുണ്ട്. സോ ഈ ഒബ്ജക്റ്റീവും ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ 3 കണ്ടന്റും മിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്റെ Q&A സെഷൻ. ആ Q&A സെഷൻ എല്ലാം പഠിക്കുക. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സിലബസിനെ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് Q&A എത്തിയപ്പോൾ വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടന്റ് മാത്രം ആക്കിയിട്ടുണ്ട്. സോ ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ Q&A സെഷൻ എന്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാം, ഇപ്പൊ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിന്റെ Q&A കഴിഞ്ഞിട്ടുണ്ട്, ഫിസിക്സിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന് സോഷ്യോളജി പൊളിറ്റിക്സ് ഒക്കെ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞതിന് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ആ മോഡൽ എക്സാമിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യും. സോ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവും പഠിച്ച കുട്ടികൾ എന്റെ Q&A സെഷനും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക. അത്ര മതി നമ്മുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇത്ര കാര്യങ്ങൾ മാത്രം മതി. ബാസിൽ ക്രാഷ് ഓർ റിവിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ഇത്ര കാര്യം മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് പഠിച്ച് കോംപ്ലിക്കേറ്റ് ആയി ഇത് ടെൻഷൻ അടിച്ച് ഫുൾ മാർക്ക് പോകണ്ട. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. അതർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ NUSന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിന്റെ 3 ലൈവും 2 റെക്കോർഡ് സെഷനും ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക്കായിട്ട്. സോ അത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്തു നമ്മൾ ഒരുപാട് കുട്ടികൾ ഇരുന്ന് കണ്ടതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് അത്രയും ആയിട്ട് കൊടുത്ത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. അപ്പൊ എന്റെ കുട്ടികൾ ചോദിക്കും, സാർ ഇനി ലൈവിൽ വരില്ല എന്നുള്ളത്. ലൈവിൽ വരും, സാർ എവിടേക്കും പോയിട്ടില്ല. ഞാൻ ഈ കുട്ടികൾക്കുള്ള Q&A സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഡിലേ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ലൈവിൽ വരും. ലൈവിൽ വന്നിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റിനും മാക്സിമം നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട സബ്ജക്ട്സുകൾക്കൊക്കെ ലൈവ് തരാൻ ശ്രമിക്കും. മാക്സിമം സബ്ജക്റ്റ് നമ്മൾ ലൈവ് വരും. ഓക്കെ, ബട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക. അതിൽ ഞാൻ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിലായിരിക്കും ഞാൻ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നൽകുക. ഓക്കെ, സോ ഇത്ര കാര്യങ്ങൾ നമ്മുടെ ബാസിലെ കുട്ടികളും ഇത് നമ്മുടെ പബ്ലിക് കുട്ടികളും നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ 50% നമുക്ക് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ബാക്കി 50% നമുക്ക് സബ്ജക്റ്റീവ് ആണ്. ഈ സബ്ജക്റ്റീവ് കണ്ടന്റുകൾ നമ്മൾ പഠിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ മുമ്പ് എന്താണ് സിസ്റ്റം അതന്നെ. അതായത് ഒരു ചോദ്യം നമുക്കറിയാം, VSA ടൈപ്പ് ക്വസ്റ്റ്യൻ, വെരി ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. പക്ഷെ നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും. ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് ഫെഡറലിസം, എന്താണ് ഫെഡറൽ സംവിധാനം, അല്ലെങ്കിൽ വാട്ട് ഈസ് സോഷ്യോളജി, എന്താണ് സാമൂഹ്യശാസ്ത്രം, വാട്ട് ഈസ് മാരേജ്, എന്താണ് വിവാഹം, അതല്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇന്ത്യസ് ഫോറിൻ പോളിസി, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗുഡ് ഗവർണൻസ്, നല്ല ഭരണം എന്താ, ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് VSA, SA, LL വരിക. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ സോൾവ് ചെയ്തിട്ട് ഡയറക്റ്റ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എന്ത് എഴുതി വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടും. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആദ്യമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷൻ ആണ്. ഇവിടെയാണ് നമുക്ക് മാർക്കുകൾ പോകാനുള്ള സാധ്യത ഉള്ളത്. സോ സബ്ജക്റ്റ് പഠിക്കേണ്ടതല്ല പറഞ്ഞാൽ സബ്ജക്റ്റ് നമുക്കൊരു ചോദ്യം എങ്ങനെ പഠിക്കുക, ഒരു
കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ കണ്ടന്റ് എന്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. വേർഡ് ലിമിറ്റ് നോക്കിയിട്ട് അതിന് എത്ര മാർക്കിന് ചോദിച്ചു നോക്കിയിട്ട് നിങ്ങൾ കണ്ടന്റ് എഴുതി കൊടുക്കുക. ഈ 50 മാർക്ക് നിങ്ങൾക്ക് സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ബാക്കി 50 ഒബ്ജക്റ്റീവിലുള്ളതാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് 1 സ്റ്റേജ് 2. സ്റ്റേജ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സ്റ്റേജ് 2 നമ്മൾ ഇനി അപ്രോച്ച് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റേജ് 3 വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്റ്റേജ് 3 വരികയാണ്. സ്റ്റേജ് 3 ഈസ് യുവർ പബ്ലിക് എക്സാമിനേഷൻ. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ പാസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേജ് 3 പറഞ്ഞിരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഈ എക്സാമിനേഷൻ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതണം, എങ്ങനെ നിങ്ങൾ എല്ലാവരും വിജയിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ സ്റ്റേജ് 1 സ്റ്റേജ് 2 നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. സ്റ്റേജ് 3 നമുക്ക് ചെയ്യാനുള്ളത് പ്രസന്റേഷൻ ആണ്. നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാനുള്ള ടെൻഷൻ ഒഴിവാക്കുക, മോട്ടിവേറ്റ് ആവുക, അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് ആദ്യം തന്നെ അറിയാം ഷോർട്ട് കണ്ടന്റോ എക്സാം ഓറിയന്റഡ് കണ്ടന്റോ മാത്രം പഠിക്കുക. NUSൽ ഒരിക്കലും ഫുൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 6 മാസത്തെ കോഴ്സ് ഒരിക്കലും നമുക്ക് 2 വർഷത്തെ സിലബസ് ഫുൾ ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല. അത് തന്നെ ബൈഫർക്കേറ്റഡ് ഭാഗം ഷോർട്ട് കണ്ടന്റ് നമ്മൾ കൊടുത്ത ഈ ഷോർട്ട് കണ്ടന്റ് മാത്രം പഠിക്കുക. അത് എക്സാം ഓറിയന്റഡ് കണ്ടന്റ് ആണ്. നമ്മുടെ സാമ്പിൾ പേപ്പറും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കണ്ടന്റ് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ല. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഈ QA ബാങ്കും കൂടെ നമ്മൾ എടുത്ത് പഠിക്കുക. ഓക്കെ, അതാണ് ഷോർട്ട് കണ്ടന്റ്. കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അപ്പോൾ നമുക്കത് മനസ്സിൽ നിൽക്കും. ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിച്ചെന്നുള്ള കൺഫ്യൂഷൻ വരും. അത് എല്ലാം മിക്സ് ആയി അവസാനം ഒന്നും കിട്ടാത്ത അവസ്ഥയാവും. അതിനാണ് കുറച്ച് കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പില്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തന്നെ. സോ യു ഷുഡ് ഫോക്കസ് ടു ദ ഷോർട്ട് കണ്ടന്റ് ഓർ എക്സാം ഓറിയന്റഡ് സെക്ഷൻ. ഈ എക്സാം ഓറിയന്റഡ് കണ്ടന്റ് ഓർ സെക്ഷനിലാണ് നമ്മൾ വരേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പരീക്ഷ ഹാളിൽ നമ്മൾ എവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്, 15 മിനിറ്റ് റീഡിംഗ് ടൈം. ഈ റീഡിംഗ് ടൈം നിങ്ങൾക്ക് ലഭിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ തരും. ആ 15 മിനിറ്റ് എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ വായിച്ചു നോക്കുക. 15 മിനിറ്റ്. ഈ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് പെൻസിൽ എടുത്തിട്ട് നമുക്കവിടെ മാർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വന്നത്, നമുക്ക് അറിയാത്തത് ഏതൊക്കെയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. 15 മിനിറ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് വന്നത്. പല കുട്ടികളും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഫുള്ള് കണ്ടില്ല, ലാസ്റ്റ് പേജിൽ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടല്ലേ വരിക, ലാസ്റ്റ് പേജത്തെ ക്വസ്റ്റ്യൻസ് കണ്ടില്ല എന്നിട്ട് ഒരു 40 മാർക്കൊക്കെ അങ്ങനെ വിട്ടുപോരും. ഓക്കെ, അത് നമുക്ക് തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. വേണ്ടെന്ന് എഴുതിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടൊന്ന് ഇരുന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പ്ലസ് 2 വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരിക, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. സോ നമുക്ക് ഉത്തരങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാൻ പറ്റും. 10ാം ക്ലാസ് കുട്ടികളാണെങ്കിൽ നമുക്ക് മലയാളം മീഡിയം എടുത്ത കുട്ടികളാണെങ്കിൽ മലയാളത്തിൽ തന്നെ ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് 15 മിനിറ്റ് ഒന്ന് നോക്കുക, ഫുള്ളായിട്ടൊന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും തറവായിട്ടുള്ള ഭാഗങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അതെങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയാൽ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് ആ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ കൂളാണ്, ടെൻഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കും 15 മിനിറ്റ്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ OMR ഷീറ്റ് ഫില്ലിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷ ആൾ പോകുമ്പോൾ നോക്കണ്ട, തെറ്റിക്കും. ഓക്കെ, ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം, ഒന്ന് കണ്ടിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാ. സോ ആ OMR ഷീറ്റും തെറ്റാതെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് കഴിഞ്ഞിട്ട് സാറേ OMRൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇനി പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണ്ട, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തന്നെ നന്നായിട്ട് നോക്കുക. 2-3 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് അതേപോലെ പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് OMRന്റെ ഒരു ഡെമോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ OMRന്റെ ഒരു സാമ്പിൾ ഇടാം. സോ ആ OMR നിങ്ങളൊന്ന് പ്രിന്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ID കാർഡ് വെച്ചിട്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നമ്മുടെ OMRന്റെ സാമ്പിൾ OMR അയക്കാം. ആ OMR എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ, നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടി, ബുക്ക്ലെറ്റ് കിട്ടി, നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ടത് പേപ്പർ പ്രസന്റേഷൻ ആണ്. നമ്മൾ എങ്ങനെ ഓരോന്നും പ്രസന്റ് ചെയ്യണം എന്നുള്ള. ഈ ഒരുപാട് കുട്ടികൾ എന്നോട് ലൈവിലൊക്കെ ചോദിച്ചാൽ സാറേ 1 എഴുതിയിട്ട് 16ക്ക് പോയിട്ട് 25ന് പോയിട്ട് 3ക്ക് വന്നിട്ട് 4 കൂടെ കയറിയിട്ട് 35ന് പോയിട്ട് അങ്ങനെ എഴുതി കൂടെ ചോദിക്കും. അങ്ങനെ എഴുതുന്നതിന് തെറ്റൊന്നുമില്ല, ആരും എഴുതണ്ടെന്ന് പറയില്ല. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നമ്മളെ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതിയ ആൻസർ പേപ്പർ നോക്കുന്നത്, ഇപ്പം ഞാനാണ് നോക്കുന്നതെങ്കിൽ എനിക്കൊരു ആൻസർ കീ തരും NS ഡിപ്പാർട്ട്മെന്റ്. സോ അത് വെച്ചിട്ടാണ് നോക്കുക. ഒന്ന് കറക്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ നോക്കുമ്പോൾ 2 കാണാനല്ല, പിന്നെ 25. അപ്പോൾ 25 മറിച്ച് നോക്കുമ്പോൾ അവിടെ ഓക്കെ, പിന്നെ വീണ്ടും 4ക്ക് 3ക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇംപ്രഷൻ പോകും. നമ്മുടെ എക്സാം വാലിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എക്സാം എഴുതുന്ന പേപ്പർ ചെക്ക് ചെയ്യുന്ന ആളുടെ ഒരു മൈൻഡ്, ഒരു മാനുവൽ, നമ്മളൊരു മനുഷ്യനാണ് ഇത് ചെക്ക് ചെയ്യുന്നുള്ള കാര്യം. റോബോട്ടല്ല നമുക്ക് നോക്കുന്നത്, ഒരു മനുഷ്യനാണ്, ഒരു അധ്യാപികയാണ് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഒരിക്കലും മിസ്സാവാതിരിക്കുക. അവിടെ പ്രസന്റേഷൻ നമുക്ക് വേണം, പേപ്പർ പ്രസന്റേഷൻ വേണം. നിങ്ങളൊരു ഓർഡർ തന്നെ എഴുതുക. ഇപ്പോൾ സെക്ഷൻ A ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആദ്യം തന്നെ എഴുതാൻ എനിക്ക് സംശയമുണ്ട് സാറേ, ഒബ്ജക്റ്റീവ് ഞാൻ അത്രക്ക് ഓക്കെ അല്ല, ആദ്യം തന്നെ അതൊക്കെ തെറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പണിയാവില്ല എഴുതി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഏറ്റവും എളുപ്പം സബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ നിങ്ങൾ പാർട്ട് B എഴുതിക്കോ. ആദ്യം സബ്ജക്റ്റീവ്
സബ്ജക്റ്റീവ് അറ്റൻഡ് ചെയ്തോ, സബ്ജക്റ്റീവ് പാർട്ട് ബി അങ്ങനെ സബ്ജക്റ്റീവ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തോ, അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇരുന്ന് കത്തി അടിച്ച് ചെയ്താൽ അറിയാത്തൊരു ചോദ്യമാണെങ്കിൽ ഇരുന്ന് എഴുതിക്കോ, നോ പ്രോബ്ലം. അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്കത് ഫുള്ള് ഇരുന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ബാക്കി 1.5 മണിക്കൂർ, 3 മണിക്കൂറിന്റെ എക്സാമിൽ 1.5 മണിക്കൂർ നിങ്ങൾ സബ്ജക്റ്റീവ് കൊടുത്താൽ ബാക്കി 1.5 മണിക്കൂർ പാർട്ട് എയിലോട്ട് വന്ന് ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് എഴുതാൻ ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷേ എടുക്കുന്ന സെക്ഷൻ നിങ്ങൾ ഒബ്ജക്റ്റീവ് ആണ് ആദ്യം എടുക്കുന്നത്, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം സബ്ജക്റ്റീവിലോട്ട് പോവുക. അല്ല ഒബ്ജക്റ്റീവ് 2 ക്വസ്റ്റ്യൻ, സബ്ജക്റ്റീവ് 4 ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് വീണ്ടും 3 ക്വസ്റ്റ്യൻ, അങ്ങനെ പോവാതെ സെക്ഷൻ എ സെക്ഷൻ ബി ആ ഒരു സെക്ഷൻ വൈസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് പറഞ്ഞത്. പേപ്പർ പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് മുന്നോട്ട് എഴുതാം, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ബാക്ക് ഒക്കെ എഴുതാം, അല്ലെങ്കിൽ ഓരോ സെക്ഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ സെക്ഷൻ ബി ആണ് എഴുതുന്നെങ്കിൽ സെക്ഷൻ ബിയിൽ ഒന്നിന്ന് ഫസ്റ്റ് നിന്ന് ലാസ്റ്റിലോട്ട് എഴുതാം, അല്ലെങ്കിൽ സെക്ഷൻ ബി ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലോട്ട് എഴുതാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവിടെ ഇവിടെ മിക്സ് ആക്കി എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതിന് ലീഗലി തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്താൽ ഈ ആൻസർ നോക്കുന്ന ആൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കുറയും. പിന്നെ ഞാൻ നന്നായിട്ട് എഴുതിന് സാറേ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി, അങ്ങനെ പറയാൻ പറ്റില്ല. അത് കാരണം ഇതായിരിക്കും, നമ്മുടെ പ്രസന്റേഷൻ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ച കുട്ടിയാണെന്നുള്ളത് നിങ്ങൾ ആൻസർ പേപ്പർ നോക്കി അറിയാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒന്നും അറിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ റൂള്, സാറ് പറയുന്ന റൂള് ഫോളോ ചെയ്തോ, നിങ്ങൾ പാസ്സാവും. I will promise you will get pass in your April 2024 examination with these tricks. ഈ ടിപ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഇതൊക്കെ ഓരോ സ്ട്രാറ്റജിയാണ് നമ്മുടെ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാവാനുള്ള സ്ട്രാറ്റജി. നമ്മളൊന്നും ഇതിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഈ കാര്യങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ഹാൻഡ് റൈറ്റിംഗ് ആണ്. കൈ അക്ഷരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ചില കുട്ടികൾ കാണിക്കും, എങ്ങനെ അറിയോ, അറിയാത്തൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വായിക്കണമെന്ന് മനസ്സിലാവരുത് രീതിയിൽ എഴുതും. അതുകൊണ്ട് എന്താ കാര്യം, തെറ്റാണെങ്കിൽ പോലും വൃത്തിയിൽ എഴുതിക്കോ. ഓക്കെ, എന്നാൽ നമുക്ക് അത് എഴുതിയുള്ള ഒരു മാർക്കെങ്കിലും കിട്ടും കരുണ കൊണ്ട്. ഓക്കെ, അതല്ലാതെ ചില ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളിയാക്കി ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം, നന്നായിട്ട് എഴുതുന്നു. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അയാൾക്ക് വായിച്ചാൽ മനസ്സിലാവരുതുള്ള രീതിയിലാവും. അയാൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അയാൾ മാർക്ക് തരില്ല, ഒട്ടപ്പൂജിയാക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം, സോ നിങ്ങൾ ഒരിക്കലും ഹാൻഡ് റൈറ്റിംഗ് മോശമാക്കരുത്. നല്ല ഒരേ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാൻ നോക്കുക. പക്ക നമ്മൾ വായിക്കാൻ പറ്റാത്ത രീതിയിൽ വൃത്തിയേടാക്കുക. അതേപോലെ എഴുതിങ്ങാണ്ട് വെട്ടുക, കുറച്ച് എഴുതിയിട്ട് ഇങ്ങനെ വെട്ടുക, അതൊന്നും ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വേർഡ് തെറ്റിയിരിക്കും, അത് വേർഡ് അവിടെ വെച്ചാൽ അത് വെട്ടണ്ട, വെട്ടിയാലാണ് ശ്രദ്ധിക്കുക. ഇപ്പൊ ഫുൾ പേപ്പറിൽ ഒരു വേർഡ് നിങ്ങൾ വെട്ടുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ അതിലോട്ട് തന്നെ നോക്കുക, ചെക്ക് ചെയ്യണ ആൾ അതിലോട്ട് നോക്കും. നിങ്ങൾ വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാനൊന്നും പോകണം, ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കൊന്നുമില്ല. സോ അത് വെട്ടണ്ട, ഒരു തെറ്റ് വന്നാൽ അങ്ങനെ തന്നെ അതിന് ബാക്കിയുടെ എഴുതിയാൽ മതി. മനസ്സിലായോ? തെറ്റുകൾ വരുമ്പോൾ ഓരോ വേർഡ് കഴിഞ്ഞ് ഇങ്ങനെ വെട്ടി വൃത്തിയേടാക്കണ്ട. ഓക്കെ, പഞ്ചായത്ത് റോഡ് പോലെ ആകെ കുണ്ടും കുഴിയൊന്നും ആക്കി വെക്കരുത്. ഓക്കെ, നമ്മൾക്ക് എഴുതുമ്പോൾ ആ ഒരു നീറ്റ്നെസ്, ആ ഒരു പ്രസന്റേഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ വേണം. ഓക്കെ, സോ തെറ്റുണ്ടെങ്കിലോ വെട്ടാതെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും കണ്ടിന്യൂ ചെയ്ത് പോവാ. ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. മക്കളെ, അറിയാത്ത ചോദ്യങ്ങളാണ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിച്ച് പോരരുത്. അപ്പൊ നമ്മുടെ മാർക്കവിടെ ലോസ് ആവും. നമുക്ക് അറിയുന്നതാണെങ്കിൽ ശരി, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ 45 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറിയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ മാർക്ക് കിട്ടിക്കോളൂ. അറിയാത്തതിനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാർക്ക് നമുക്ക് കിട്ടും, അങ്ങനെ നമ്മൾ പാസ്സാവും. ഓക്കെ, സബ്ജക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ മക്കളെ ആ ചോദ്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ബന്ധപ്പെടുത്തി എന്തെങ്കിലും എഴുതിക്കോ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആടിനെ കുറിച്ച് ചോദിച്ചാൽ ആടിനെ കെട്ടിയ തെങ്ങിനെ കുറിച്ച് പറയാം. ആടിനെ കെട്ടിയ തെങ്ങിൽ തേങ്ങയുണ്ട്, ആടിനെ കെട്ടിയ തെങ്ങിൽ പട്ടയുണ്ട്, ആടിനെ കെട്ടിയ തെങ്ങ് നീണ്ടിട്ടാണ്. ഇങ്ങനെ നമ്മളൊരു ബന്ധപ്പെടുത്തിയതാ. ജസ്റ്റ് റിലേറ്റ് ടു ദ ടോപ്പിക്. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല, ചോദ്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അത് ഏത് സബ്ജക്റ്റിൽ നിന്ന് വന്നാൽ സോഷ്യോളജി എന്നല്ലേ വരുള്ളൂ, പൊളിറ്റിക്സ് എന്നല്ലേ വരുള്ളൂ. ആ പൊളിറ്റിക്സിന്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പൊളിറ്റിക്സ് എന്ന് വരുള്ളൂ, ബയോളജി എന്ന് വരില്ല. സോ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അറിയുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്ത് കൊടുത്തോ, പ്രസന്റ് ചെയ്തോ. അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഒറ്റ ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകരുത്, എന്തെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, നിർബന്ധമാണ് മക്കളെ. ജസ്റ്റ് അറ്റൻഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. അതിന് നമുക്ക് മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഡു ലൈക്ക് ദിസ്. ഞാൻ എല്ലാ പ്രാവശ്യം കുട്ടിയോട് പറയും, ഇതേപോലെ ചെയ്യും. അതേപോലെ ചെയ്ത കുട്ടികൾ പാസ്സാവും, നല്ല മാർക്കോട് കൂടി പാസ്സാവും. സോ ഡു ലൈക്ക് ദിസ്. ഓക്കെ, അതേപോലെ ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്, അതല്ലെങ്കിൽ സെക്ഷൻ എ സെക്ഷൻ ബി. നിങ്ങൾ എടുക്കുന്ന സെക്ഷൻ ഫുള്ളായിട്ട് വൃത്തിയിട്ട് എഴുതുക. അതാണ് നമുക്ക് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും നിങ്ങൾ പരീക്ഷകളിൽ പോകുമ്പോൾ ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ ഫ്രീ ആവുക. ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളവിടെ എക്സാമിനൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പുറത്തിരിക്കുന്ന വേറെ സെക്ഷൻ ബി, അവിടുത്തെ സെക്ഷൻ സി, സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി, 3 ക്വസ്റ്റ്യൻ പേപ്പറെ കാണുമ്പോൾ പേടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ അപ്പുറത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആവും, ബാക്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ആവും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷേ നമുക്ക് അതിൻ്റെ ഓർഡറുകൾ വ്യത്യാസമാണ്. അപ്പോൾ കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ നിങ്ങൾ പോകരുത്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാം ഹാളിൽ കയറുമ്പോൾ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ മറക്കും. അതൊക്കെ സാർ പറഞ്ഞപ്പോൾ ഓർമ്മ പരീക്ഷകളിൽ പോയപ്പോൾ മറന്നു എന്ന് പറയരുത്. കൂളായിട്ട് പോവുക, റിലാക്സ് ചെയ്ത് പോവുക. നമ്മൾ എന്താണോ പഠിച്ചത് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. NIOSൽ ഫുള്ള് എന്താ പറയുക, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോലെയല്ല വാല്യൂഷൻ വരെ, ലിബറൽ വാല്യൂഷൻ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ പാസ്സാവും.
ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്ത 3 സ്റ്റേജസ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. മക്കൾ ഇതിൽ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യട്ടെ, ഒരിക്കലും കോപ്പി അടിക്കാൻ നിൽക്കരുത്. കോപ്പി അടിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോപ്പി അടിച്ച് കഴിഞ്ഞാൽ മാൽ പ്രാക്ടീസസ് ആവും. അതിന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് ലെറ്റർ അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് RL or RW എന്നുള്ള സ്റ്റാറ്റസിൽ റിസൾട്ട് തടഞ്ഞു വെക്കും. സോ കോപ്പി അടിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ഇതിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ ഈ ഒരു QA സെഷൻ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ലൈവിൽ ഞാൻ വരാത്തത്. ലൈവ് ഞാൻ ഉടൻ തന്നെ വരും. സോ ലൈവിൽ നമുക്ക് എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്ത് പഠിക്കാം. ഡോണ്ട് വരി. ഓക്കെ, അതുപോലെ നമ്മുടെ ബാസിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഇറ്റ്സ് വെരി ഈസി. ഈ സെക്ഷനിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ തന്നെയായിരിക്കും ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷയ്ക്കിടയിലാണ് നമ്മുടെ ഈദ് അല്ലെ, നമ്മുടെ ചെറിയ പെരുന്നാൾ അതുപോലെ തന്നെ നമ്മുടെ വിഷു ഒക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈദാണ്. അപ്പൊ എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എ വെരി വെരി ഹാപ്പി ഈദ് മുബാറക്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.